ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലരൊക്കെ നെഗറ്റീവായിട്ട് ആദ്യമേ തന്നെ വാർത്ത സ്പ്രെഡ് ചെയ്തു. ഇതിനകത്ത് സിനിമാ ലോകവും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ മമ്മൂക്ക ഈ അവാർഡ് വാങ്ങുന്ന വേദിയിൽ തന്നെ അത് പറയുകയും അതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ തന്നെ ഉണ്ടാവുകയും തെന്നിന്ത്യൻ താരങ്ങളൊക്കെയും അനൗൺസ് ചെയ്യുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറയുന്നത്. അതൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും കാണുന്ന സമയത്തും ഇത്തരം നെഗറ്റീവ്സിനെ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട്. അത് കേരളത്തിൻ്റെ വിജയവും കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ഈ ഒപ്പീനിയൻ എന്താണ് ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ ഫണ്ട് കൊടുക്കുന്നത്? ആക്ച്വലി ദുരിതാശ്വാസ നിധിയിലത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഡിറ്റബിൾ ഫണ്ട്. നമുക്ക് എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ കൂടെ വരേണ്ടതാണ്. പിന്നെ ഇതിലെങ്ങനെ മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ക്രൂക്കല്ല, എനിക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 25 ലക്ഷത്തിൻ്റെ 2 കേസുകൾ, അത് പാർട്ടിയുടെ ആളുകളുടെ പേരിൽ. പക്ഷേ ഇവിടെ എന്താണെന്നറിയാം, ഞാൻ പറയുന്നു ഇതിനൊക്കെ കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മുഖ്യമന്ത്രിയാണ്. പക്ഷേ മിനിഞ്ഞാന്ന് എന്തോ ഒരു 86 കോടിയുടെ ലാപ്ടോപ്പിൻ്റെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. KSFE അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ ഈ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് തിരിച്ച് വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ പൈസ തിരിച്ചിങ്ങോട്ട് അടച്ചിട്ടില്ല. ഇതാണ് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ പക്ഷെ മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി ഇല്ല. ഇവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിനെ ആരാണ് ബ്രീഫ് ചെയ്യുന്നത് ആ ആൾക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ സാധിക്കണം. അല്ല മുഖ്യമന്ത്രിനെ പോലും ഈ ഡെമോക്രട്സോട് തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ചിട്ടല്ല ഇങ്ങനെ പത്രസമ്മേളനം നടത്തേണ്ടത്. അദ്ദേഹം അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട്, ഇത് കാരണം പബ്ലിക്കിൽ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് പലതുമുണ്ട്. അതിനെ കുറ്റം കാണാൻ വേണ്ടി ഇരിക്കുന്നവന്മാർ അതിൻ്റെ ഓരോരോ ലൈനും അണ്ടർലൈൻ ചെയ്യും. അതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം അത് വളരെ ക്ലാരിറ്റി ആയിട്ട് ആ കുറ്റം പറഞ്ഞവനും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. എൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയും നമുക്കത് കാണുന്നുണ്ട്. അപ്പം അവിടെയാണ് ചോദിച്ചത്, ഈ 86 കോടി രൂപ 47,000 സംതിങ് ആളുകൾക്ക് എന്തോ കൊടുത്തെന്നുള്ളോ അതിനെ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിന് 17,000 രൂപ വെച്ചിട്ടാണെന്നുള്ളതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ക്ലാരിറ്റി എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കണം? ഇല്ലെങ്കിൽ അതിന് ഒരു ഓഫീസറെ ഇരുത്തണം, ഇത് അറിയാവുന്നതും ഡീൽ ചെയ്യുന്നവരും. അവർ കൃത്യമായിട്ട് പറയണം. ഇതില്ലാതെ വരുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ചോദ്യം ചിഹ്നങ്ങൾ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ 2 അഭിപ്രായമായി വരും. ഒന്ന്, പാർട്ടിക്കാരതിനെ ഒന്നും പറയില്ല, അത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ദേ വിൽ നോട്ട് സേ എനിത്തിങ്, ഇറ്റ്സ് എ കാഡർ പാർട്ടി. മറ്റൊന്ന്, കാഡർ പാർട്ടിക്ക് അകത്തും ചിലർക്ക് റിസൻമെൻറ്റ് ഉണ്ടെങ്കിലും ആരും അത് പറയില്ല. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെന്താണ് വെച്ചാൽ ഇത് ജനങ്ങളെ ബാധിക്കുന്ന സംഭവമായതുകൊണ്ട് ഗവൺമെൻറ് ഷുഡ് ബി ഓൾവേസ് വെരി ക്ലിയർ ഓൺ ദിസ്. നിങ്ങൾ വേറെ സ്ഥലത്ത് ടാക്സ് വാങ്ങിച്ചു, അത് വാങ്ങിച്ചത്, ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് കുടുക്ക പൊട്ടിച്ചിട്ടും ആടിനെ വിറ്റിട്ടും പൈസ കൊടുക്കുന്ന പാവപ്പെട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 3,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലിട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുത്തില്ല, അതുപോലുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന, നിങ്ങളെ വിശ്വസിച്ച് തരുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ ഒരു പൈസ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കരുത്. വന്നതല്ല, ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, അതൊരു കുറ്റപ്പെടുത്തലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെറുതെ കുറ്റപ്പെടുത്തലായിരിക്കും, എന്തോ അത് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിനെ പറയാൻ വേണ്ടി. പക്ഷെ ഞാനിപ്പുറത്തെ എൻ്റെ ചാരിറ്റി മറ്റേ വിശ്വശാന്തി ഫൗണ്ടേഷൻ കൂടെ പോകുന്നുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. കാരണം ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് 25 ലക്ഷം രൂപ, മമ്മൂക്ക കൊടുത്തിട്ടുണ്ട് 20 ലക്ഷം രൂപ, മമ്മൂക്ക ഇനിയും കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആരായാലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇൻവോൾവ് ആണ് അതിനകത്ത്. ഞാൻ ഒരു ക്ലിയർ കട്ട് മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കും. എൻ്റെ ഉണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇന്നവരെ 5 രൂപ ഞാൻ എവിടെ നിന്നും പിരിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ ആയപ്പം ഞാൻ അതിന് മാറ്റി അങ്ങ് നിർത്തി. എനിക്ക് വേണ്ടിയിട്ടൊന്നും വേണ്ട. എന്നിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലും പല ആളുകളും എന്നെ വിളിച്ചിട്ട് 300 കോടി തരാം, 200 കോടി തരാം, പകുതി ഞങ്ങൾക്ക് തന്നാൽ മതി, ഇങ്ങനെയുള്ള കുറേ കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ പറയും, ഇനി മേലിൽ എന്നെ വിളിച്ചാൽ നീ എവിടെയാണെങ്കിലും ശരി, ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് ഡീൽ ചെയ്യാം, 50% ഞാൻ അവിടെ വന്ന് വാങ്ങിക്കാം. കാരണം ഇങ്ങനെയുള്ള കുറേ ഫ്രോഡുകൾ നടക്കണം. അപ്പോൾ എന്താണ്, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുകളിലും ഫ്രോഡിസം. പക്ഷേ ഇന്നിപ്പോൾ ഫണ്ടുകൾ വരുന്നതും എന്നെ ആൾക്കാർ വിളിക്കുന്നതും അത് മേജർ മുകളിലുള്ളൊരു വിശ്വാസം, നിങ്ങളാണ് MD, യു വിൽ ഡീൽ ഇറ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ ലാൽ സാർ അടക്കം എന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ റീസൺ വൈ വി ആർ ഡൂയിങ് ഇറ്റ്. വി ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം എനിബഡി. പല സ്ഥലത്തും ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ലാൽ സാർ പറഞ്ഞു നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചേക്കുമോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പലയിടത്തും ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫുകൾ, ഡയറക്ടേഴ്സ്. കാരണം നമ്മളവിടെ കണ്ട ഒരു കണ്ടതും ഞങ്ങൾ ഫീൽ ചെയ്തും ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ അവരെ കണ്ണൊപ്പാൻ ഉള്ള കരുത്തുണ്ടെന്നുള്ള ഫീല്. മറ്റത് നമ്മൾ പറഞ്ഞിട്ട് പോരും.
ചെയ്യാൻ പറ്റില്ല ചിലപ്പം. ഇപ്പം ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സ്ഥലം എന്താ, ഇന്ന് തുടങ്ങും ഞാൻ പണിയെന്ന് പറഞ്ഞു. ഇന്ന് തുടങ്ങും. കാരണം അപ്പോഴത്തേക്കും നമ്മൾ കോൺട്രാക്ടർ വിളിക്കുന്നു, ഡ്രോയിങ് വരുത്തുന്നു, ഈ ഡ്രോയിങ് ഞാൻ നേരെ IT കമ്പനിക്ക് അവിടെ അയക്കുന്നു, അവർ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ തുടങ്ങും. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട് ഇപ്പം. അല്ലാതെ ആ പൈസ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളുടെ കറണ്ട് അക്കൗണ്ടാണ്, അപ്പോൾ അതിൻ്റെ പലിശ പോലും ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട. കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചിലവാക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. വെറുതെ ബാങ്കിലവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. സേവിങ്സ് ആണെങ്കിൽ അതിൻ്റെ പൈസ വല്ലതും വരും എന്ന് പറയാം. അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ദർ ഇസ് നോ മോട്ടീവ് അറ്റ് ഓൾ ഫോർ us ടു കീപ് ദ മണി വിത്ത് us. അതിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളുടെയും MLA-മാരുടെയും ശമ്പളം, ഒരു മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ വയനാടിനൊപ്പമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപാട് നമുക്കിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ആടിന് വിറ്റു എന്ന് പറയുന്ന ലേഡി തന്നെ രണ്ടാമത് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ കേരളം ഒന്നാണെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം കൂടെ നമുക്ക് കിട്ടുന്നില്ലേ? രജനീഷ്, നമ്മുടെ കേരളം ഇതുപോലുള്ള പ്രതിസന്ധികളിൽ എന്നും ഒന്നാണ്. ഇന്നെന്താ ഒരു മതത്തിൻ്റെ പ്രശ്നമില്ലാത്ത, ഇന്നെന്താ ഒരു കോളേജിൽ നിസ്കരിക്കാൻ റൂം ചോദിക്കാത്ത? കാരണം ഇന്ന് എല്ലാവരും നമ്മൾ അവരെ എങ്ങനെ രക്ഷിക്കണം? ഒരു പണിയില്ലാതെ ചോറ് വിലങ്ങത്തടിക്കുമ്പോഴാണ് പാർട്ടി വരും, മതം വരും, എന്നിട്ട് എവനെ എങ്ങനെ നോക്കും. ഇപ്പം തന്നെത്താൻ പ്രകൃതി അങ്ങ് ഇളകിയപ്പം അപ്പം എല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടി എപ്പോഴും പ്രകൃതിക്ക് ഇളകാൻ പറ്റും. എന്നാണ് നമ്മളിത് പഠിക്കുക? ഇനി ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഈ ബിൽഡിംഗ് അടക്കം ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകുന്നുള്ളവരാരും വിശ്വസിക്കുന്നില്ല. ഇത് നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇത് നമുക്കും ആവാം. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് അയ്യോ അവൻ കരയുന്നു, അവൻ്റെ കണ്ണീരൊപ്പം എൻ്റെ കയ്യിലൊന്ന് പിടിച്ചോ. കാരണം ഇതെൻ്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഈ രാത്രി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ഈ വിചാരമാണ് വയനാട് പോയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആൾക്കാരൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞാൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് യുവർ ഹ്യൂമാനിറ്റി ബാക്ക്. ആ മനുഷ്യത്വം, നമ്മൾ മറന്നു പോകുന്ന മനുഷ്യത്വം ഉണ്ടല്ലോ, മറ്റുള്ളവനെ കൊല്ലാനും അവനെ നശിപ്പിക്കാനും വേണ്ടി നടക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് മാറിക്കിട്ടും. യെസ്, നമ്മുടെയും ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന ആ വിചാരം വരുന്ന ദിവസം ഉണ്ടല്ലോ, നമ്മളൊക്കെ എന്ത് സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് അറിയാം. പക്ഷെ ഇപ്പം അതില്ല. എനിക്ക് വേണം, എൻ്റെ കുട്ടിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ വൈ കാൻ വി തിങ്ക് നമുക്ക് അത് വയനാട്ടിൽ പോകണത്? അതിങ്ങനെ എല്ലാ പ്രാവശ്യവും ദുരന്തം വരിക എന്ന് പറഞ്ഞാൽ അതും കഷ്ടമാണ്. ഒന്ന് വന്നതിൽ നിന്ന് പഠിക്കൂ. സോ ബി പോസിറ്റീവ്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുള്ളത് ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ്. കാരണം ആ യൂണിറ്റിയാണ് കാണിച്ചത്. അവിടെ നിങ്ങൾ രാഷ്ട്രീയം മറന്നില്ലേ? അവിടെ എന്താ നിങ്ങൾ പിണറായി സഖാവാണ് ഭരിക്കുന്നത്, മാർക്സിസ്റ്റുകാരാണ്, നമ്മളൊന്നും ചെയ്യില്ല, എന്താ അതില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഒന്നാവാൻ അറിയാം. അത് എപ്പോഴും ആയിക്കൂടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ ചില തരത്തിലുള്ള കമൻസ് വരുന്നതും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പഞ്ചമി എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്ന ഒരു കമൻറ്റ് ചെയ്യുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞ് മനുഷ്യർക്ക് ഇന്ന് തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട വിഷം, മറ്റവൻ്റെ അധപ്പതനം കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ നികൃഷ്ട ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. ലാലേട്ടൻ്റെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട് എത്രയോ കൊല്ലങ്ങളായി. അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കാണാൻ വന്നിരുന്നു ലാലേട്ടൻ കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നു. എസ്റ്റേറ്റ് കാണാനില്ല, ആ ലാസ്റ്റ് എവിടുന്ന അതിൻ്റെ ഉത്ഭവം. അപ്പം അതുപോലും പറയാൻ ചിന്തിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ ഒരിക്കലും പോസിറ്റിവിറ്റി വരില്ല. നീ മറ്റവൻ്റെ നാശത്തിന് വേണ്ടി മാത്രം ഇരിക്കുകയാണ്. നിൻ്റെ അന്ത്യം എങ്ങനെയാവും എന്നുള്ളത് നിനക്കറിയില്ല, ഇത് ഇവന്മാർക്കറിയില്ല. സോ രജനീഷ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോസിറ്റിവിറ്റി. ഈ പോസിറ്റിവിറ്റിക്ക് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നീ എത്രത്തോളം നെഗറ്റീവ് ആവുന്നു അത്രത്തോളം നീ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതില്ല. ലാലേട്ടൻ അത് ചെയ്തു. അപ്പം അതിൻ്റെ ഉള്ളൊരു കുറ്റം കാണാൻ വേണ്ടി അങ്ങേർക്ക് അവിടെ എസ്റ്റേറ്റ് ഇല്ലായിരുന്നെങ്കിലും അങ്ങേരെ അവിടെ പോകും. അത് എസ്റ്റേറ്റിലേക്ക് പോയതല്ല, എവിടുന്നത് തുടങ്ങി അത് കഴിഞ്ഞ് നദി എങ്ങോട്ട് പോയി, ഒന്ന് ലെഫ്റ്റോട്ട് പോയിട്ടുണ്ട്, അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ള മലയെ കാണാം. ഇതിലേ ഇടിച്ചു പോയി ആദ്യം, അത് കഴിഞ്ഞ് ബാക്കി രണ്ടാമത്തെ വന്നാണ് രണ്ടു കൂടെ അങ്ങ് പോയത്. അപ്പോഴാണ് രണ്ട് സൈഡും അങ്ങ് പോയി. പിന്നെ അവിടെ ഒന്നും ഇല്ലാതായി പോയി. അല്ലെ ആ മനുഷ്യൻ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ എവിടെയായിരുന്നു സാർ, അത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. ജനിച്ചു വളർന്ന വീട് എവിടെയാണെന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അതിരുകളില്ല, വേലിയില്ല, മതിലില്ല. നിങ്ങൾ ഈ മതിലിനും വേലിക്കൊക്കെ വേണ്ടി വഴക്കടിക്കുന്നില്ലേ? എവിടെ പോയി നിങ്ങളുടെ മതിലും വേലിയും? സ്വന്തം വീട് പോലെ എവിടെ നിന്നുള്ള അറിയാതെ നിന്നിരുന്ന മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇതിനൊക്കെ രജനീഷ് അവിടെ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഹൃദയത്തിനകത്ത് മറ്റുള്ളവന് വേണ്ടി വേദനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ് തിങ്. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ആളുകളുടെ കമൻറ്റൊന്നും നമ്മൾ റിയാക്ട് ചെയ്യരുത്. അത് വായിക്കാനോ, ഞാൻ എൻ്റെ താഴത്തുള്ള കമൻറ്റൊന്നും ഞാൻ വായിക്കാറില്ല. പലതും നമുക്ക് പോസിറ്റീവ് വരുന്ന അതിൻ്റെ ഇടയിൽ കാണാൻ കുത്തിത്തരും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. സോ ഞാനിപ്പോഴും ജനങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനിയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് കുറേ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ഇനി അവരുടെ സ്ഥലം ഇനി അവരുടെ അല്ലാതെ അവരെ അവിടെ നിന്നെല്ലാം പറിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കണം. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ സ്വന്തം വീടും നാടൊക്കെ നോക്കിയാൽ കാണുന്ന ദൂരത്ത്, പക്ഷെ എൻ്റെ അല്ലാതെ ഇപ്പം ഈ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ. ഞാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാൽ കഴിയുന്ന രീതി, ഞാൻ മോഹൻലാലും മമ്മൂക്കൊന്നുമല്ല, പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും കൊടുത്തിട്ടുണ്ട്. അവരത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ്. ഇപ്പോൾ വന്നിരിക്കുന്ന ചീത്തപ്പേരുകൾ ഇനി ഉണ്ടാക്കരുത്. അത് ചീത്തപ്പേരായിരിക്കാം, സത്യമായിരിക്കാം, നുണയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതിനെക്കുറിച്ചല്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം സംസാരിക്കേണ്ടത് ഇവരെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകണം. ഭയങ്കര ഭീകരമാണ് രജനീഷ് അവിടുത്തെ അവസ്ഥ. ആളുകളുടെ മനസ്സൊക്കെ മരവിച്ചിരിക്കുന്നു. ഒരു കുടുംബം മുഴുവൻ പോയിട്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു 7 വയസ്സുകാരൻ അവിടെ ഉണ്ട്. കാരണം അവൻ പിക്നിക്കിന് പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ആരുമില്ല. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. അതിവിടെ ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഓഫീസ് വന്നിട്ടുണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പെൺകുട്ടീനെ ഞാൻ എടുത്ത് എൻ്റെ വീടിൻ്റെ ഭാഗമാക്കാം. ഞാൻ എൻ്റെ മക്കളോടടക്കം പറഞ്ഞു, നിങ്ങളുടെ ഷെയർ എന്ന് പറയുന്നത് ഇനി 3 ആവും. ഒരു പെൺകുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലീഗലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മേജർ എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ, അങ്ങനെ എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ പാട്ടാക്കാം. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ഇവന്മാരുടെയൊക്കെ വാക്ക് എന്തിനാ രജനീഷ് നിങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. അവരുടെ ഈ നെഗറ്റീവ് കമൻസിനെ നമ്മൾ നോക്കാൻ നിൽക്കണ്ട. അവർ നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് us all be positive and get together. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ അതിനെയാണ് എൻകറേജ് ചെയ്യണം. ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ എൻകറേജ് ചെയ്യും.